പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റിവൽ കരുവാരകുണ്ടിന് ജന്മനാടിൻ്റെ ഒരു ആദര ചടങ്ങ് നടന്നു. രാമായണത്തിന് ഇശലിൻ്റെ ഈണമൊരുക്കിയ മാപ്പിളപ്പാട്ട് കവി കരുവാരകുണ്ടിന് ജന്മനാടിൻ്റെ സ്നേഹാദരമാണ് നൽകിയത്. കരുവാരകുണ്ട് ജനകീയ ഫെസ്റ്റ് സാംസ്കാരിക സന്ധ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നൗഷാദ് പുഞ്ച അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരുവാരകുണ്ടിന് രാജൻ കരുവാരകുണ്ട്, പ്രഭാകരൻ എന്നിവർക്ക് ചേർന്നൊരു ആദരം കൈമാറി. ഫോക്ലർ അക്കാദമി പുരസ്കാര ജേതാക്കളായ വീട്ടിച്ചോല കോമൻ മനയിൽ അപ്പുക്കുട്ടൻ, മാപ്പിള കലാകാരൻ അബ്ദുള്ള കരുവാരകുണ്ട് എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ്, നോവലിസ്റ്റ് GC കാരക്കൽ, N ഉണ്ണീൻകുട്ടി, KK ജെയിംസ്, V ഷബീർ അലി, TK ഉമ്മർ, ഷീന ജിൽസ് എന്നിവരൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ ഷെഹർ അക്കാദമി ഗായകരുടെ ഒരു ഗാന വിരുന്നും ഇന്നലെ അതിൽ നടന്നു. അപ്പോൾ നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ്, അതുപോലെ തന്നെ സിത്താര കരുവാരകുണ്ടിനെയും ഒരു ആദരം, അതിൽ ലഞ്ച് ബോക്സ് ടീമും അതിൽ പങ്കാളിയായി. ഏതായാലും അതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ കലാകാരന്മാരെ എല്ലാവരെയും ഹൃദയം കൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കരുവാരക്കുണ്ട് ഫെസ്റ്റ് ഓരോ ദിവസവും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, ഇതിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കരുവാരക്കുണ്ടിലെ എല്ലാ മാന്യ വ്യക്തികളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ടിക്കറ്റ് എടുത്തും ടിക്കറ്റ് എടുക്കാതെയുമുള്ള നമ്മുടെ പരിപാടികൾ വൻ വിജയമാക്കിയ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളും നാളെയും നമ്മുടെ ഈ പരിപാടിയിൽ ഒത്തുചേർന്നുവെന്നും നമ്മുടെ ബൃഹത്തായ ലക്ഷ്യത്തിന്റെ പങ്കാളികളാകുവാൻ നിങ്ങളെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സായം സന്ധ്യയും ഇന്നത്തെ ഈ ആദരവ് നടക്കുന്ന ഈ ചടങ്ങും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ. അങ്ങനെയുണ്ട്. രാമന്റെ പത്നിയാണ് സീത. അതേപോലെ തന്നെ രാമന്റെ പിതാവാണ് ദശരഥൻ. ഇതൊക്കെ നമ്മുടെ രാമായണ സങ്കല്പത്തിന്റെ രീതിയാണെങ്കിൽ ഈ വിഖ്യാതമായ രാമായണം ലോകത്തിന്റെ വിവിധ ഭാഷകളിൽ എത്തുമ്പോൾ ഈ സീത എന്ന് പറയുന്നത് രാവണന്റെ പുത്രിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. വിഖ്യാതമായ ലോകഭാഷയിൽ വന്ന രാമായണത്തിൽ ഈ രാവണപുത്രിയായി സീതയെ ചിത്രീകരിച്ച വലിയ ഇതിവൃത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ രാമന്റെ സഹോദരിയായി സീതയെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഭാരതീയ ഭാഷകളിൽ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമാണ് രാമനും സീതയും പട്ടമഹിഷിയായും ഭർത്താവായും നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ ചൈനയിലെ രാമായണമുണ്ട്, അതേപോലെ ഇന്തോനേഷ്യയിലെ രാമായണമുണ്ട്. ഈ രാമായണൻ്റെയും സീതയുടെയും കഥ ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇശൽ രാമായണം എന്ന ഒരു കൃതിയെ OMന്റെ ഹൃദയ മനസാക്ഷി നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് അത്രമാത്രം ഹൃദ്യമാണ്. അത് മലയാള ഭാഷയിൽ നമുക്ക് എഴുതപ്പെട്ടതാണ്. അത് നമുക്ക് ആസ്വദിക്കുവാനും നമുക്ക് പാടി രസിക്കാനും നമുക്ക് സംഗീതം നൽകി ആഘോഷിക്കാനും ഒക്കെ ആ ഒരു കൃതി സംഭാവന ചെയ്ത ഈ OM കരുവാരകുണ്ട് നമ്മുടെ നാടിൻ്റെ അഭിമാനം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ലോകത്തിൻ്റെ അഭിമാനമാണ്. ഈ ലോകത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് ചെന്നാലും കരുവാരകുണ്ടുകാരൻ ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് OM കരുവാരകുണ്ടിൻ്റെ നാടല്ലേ എന്നാണ്. കാരണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരു 4 വർഷം മുമ്പ് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന രാജേന്ദ്രൻ ഈ വേദിയിൽ തന്നെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്, ഒരു ഹംസ സാഹിബും. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെല്ലാം കരുവാരകുണ്ടിൽ എന്ന് പറഞ്ഞാൽ അത് OM കരുവാരകുണ്ടിൻ്റെ നാടല്ലേ. അപ്പൊ ഇത്തരത്തില് ഒരു നാടിന്റെ പ്രതിഭയായി ലോകം അംഗീകരിക്കുന്ന ഒരു കലാകാരനാണ് നമ്മുടെ OM കരുവാരകുണ്ട്. OM കുറിച്ച് കുറച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ഇശൽ രാമായണം അദ്ദേഹം എഴുതി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇടവണ്ണപ്പാറയിൽ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്താണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, KPA മജീദ് സാഹിബുണ്ട്, TV ഇബ്രാഹിം സാഹിബുണ്ട്. ഞങ്ങളൊക്കെ വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹം രാമായണത്തിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പൂർവ്വം രാമധവനാനികണം മുത്യാമൃഗാഞ്ജനം വൈദേഹീകരണം ജടായി മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ധാരണം ലങ്കാപുരി വർജനം പക്ഷാ രാവണ കുംഭകർണ വധനം വേദാത്മരാമായണം എന്നൊരു വരി ചൊല്ലിക്കൊടുത്തു. അദ്ദേഹത്തിന് അതൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഒരു പ്രകാശന കർമ്മത്തിന് ആ സ്റ്റേജിന്റെ നിയന്ത്രണം എനിക്കായിരുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച്.
അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് സംഭവിച്ചത്.